ഹായ്, എൻ്റെ പേര് ശ്രദ്ധ പാട്ടിൽ. ഞാനിവിടെ ഓർക്കിഡോയിഡ്സ് ട്രിവാൻഡ്രത്ത് മാനേജ് ചെയ്യുവാണ്. നമ്മളിവിടെ ഒരു ഇൻഡോർ പോട്ട് പ്ലാന്റ് നഴ്സറിയാണ് നമ്മളുടെ. ഫൈലോഡെൻഡ്രോൺസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മോർ ദാൻ അറ്റ്ലീസ്റ്റ് 400 വെറൈറ്റീസ് ആർ പ്രസൻറ്റ് ഇൻ ദ വേൾഡ്. നമ്മുടെ കയ്യിൽ ഒരു ഫ്യൂ ഹാൻഡ്ഫുൾ വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ പേര് തന്നെ അതിൻ്റെ ഒരു ലീഫിൽ നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. സോ കുറച്ചുകൂടെ നാരോ ലീവ്സ് ആണ്. ഇതും ഒരു ക്ലൈംബർ പോലെയാണ്, ബട്ട് സ്ലോ ക്ലൈംബർ ആണ്. അപ്പോൾ അവിടെ നിന്നാണ് അതിൻ്റെ ഒരു പേര് അതിന് കിട്ടുന്നത്. ക്യൂട്ട് സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. സൂപ്പർ ആറ്റം എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് വയലിൻ ആണ്. ഫൈലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ആണ്. പോളി ഹൗസിലെ കാലാവസ്ഥാ നിയന്ത്രണത്തിന് ആധുനിക സംവിധാനങ്ങൾ, അവ വിരൽത്തുമ്പിലറിയാൻ യൂണിനോഡ്, എത്ര വലിയ ചെടിശേഖരവും അനായാസമായി കൈകാര്യം ചെയ്യാൻ സ്ലൈഡിംഗ് ടേബിളുകൾ, ഓർക്കിഡ് ചെടികൾ അഴകോടെ വളരാൻ പോട്ട് സ്ലീവുകൾ. ഹൈടെക് കൃഷിയിലെ പുതുവിദ്യകളുമായി അണിഞ്ഞൊരുങ്ങിയ ഈ പോളി ഹൗസ് വിദേശത്തെങ്ങുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ്. ശ്രദ്ധ പാട്ടീൽ എന്ന യുവ സംരംഭകയുടെ ശ്രദ്ധേയമായ പോളി ഹൗസ്. നമ്മളിവിടെ ഒരു ഇൻഡോർ പോട്ട് പ്ലാന്റ് നഴ്സറിയാണ് നമ്മളുടെ. സോ കൊച്ചിലെ തൊട്ട് നമ്മളുടെ ആക്ച്വലി ഫുൾ ഫാമിലി അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടാണ്. സോ ഞാൻ ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഐ വാസ് ഗ്രോൺ അപ്പ് ഇൻ ദാറ്റ് അറ്റ്മോസ്ഫിയർ. സോ അങ്ങനെയാണ് എനിക്ക് ഈ ഫീൽഡിലോട്ട് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ. സോ ബേസിക്കലി എൻ്റെ പേരൻസ് ആണ് എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ. 26-കാരിയായ ശ്രദ്ധ പാട്ടീൽ ഉദ്യാന കൃഷിശാസ്ത്രത്തിൽ ബിരുദം നേടിയത് പൂനെ ഹോർട്ടിക്കൾച്ചർ കോളേജിൽ നിന്നും, പിന്നെ മാസ്റ്റേഴ്സ് ഇൻ പ്ലാന്റ് സയൻസ് നെതർലാൻഡ്സിലെ പ്രശസ്തമായ വാഗനിഗൻ സർവകലാശാലയിൽ നിന്നും. എന്നാൽ ഉദ്യാന കൃഷിശാസ്ത്രത്തിൽ ആഗോളതലത്തിലെ സങ്കേതങ്ങൾ സ്വായത്തമാക്കി തൻ്റെ പാഷൻ പ്രൊഫഷനാക്കാൻ തീരുമാനിച്ചപ്പോൾ ശ്രദ്ധ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം. തിരുവനന്തപുരം പോത്തൻകോട് വാവരമ്പലത്തിൽ കഴിഞ്ഞ 2 വർഷമായി ഓർക്കിഡോയിഡ്സ് എന്ന സംരംഭത്തിലൂടെ 23,000-ലധികം ചെടികളുടെ വലിയ സാമ്രാജ്യമൊരുക്കി ഹൈടെക് ഉദ്യാന കൃഷിയിൽ ഇന്ന് നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ശ്രദ്ധ. ഓർക്കിഡോയിഡ്സിലെ വിവിധതരം ഇലച്ചെടികളും അവയുടെ ഇനങ്ങളും നൂറുമേനി പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ് സംരംഭകയായ ശ്രദ്ധ പാട്ടീൽ. ഫൈലോഡെൻഡ്രോൺസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മോർ ദാൻ അറ്റ്ലീസ്റ്റ് 400 വെറൈറ്റീസ് ആർ പ്രസൻറ്റ് ഇൻ ദ വേൾഡ്. നമ്മുടെ കയ്യിൽ ഒരു ഫ്യൂ ഹാൻഡ്ഫുൾ വെറൈറ്റീസ് ഉണ്ട്. ഫൈലോഡെൻഡ്രോൺസ് എന്ന് പറയുമ്പം ഫാസ്റ്റ് ഗ്രോയിങ് ക്രോപ്സ് ആണ്. അത് ചിലപ്പോൾ ക്ലൈംബേഴ്സ് ആയിട്ട് വരും, അല്ലെങ്കിൽ നേരെ അപ്രൈറ്റ് ക്രോപ്പാണ്. സോ അതനുസരിച്ച് നമ്മൾ അതിനൊരു മോസ്റ്റിക്ക് വെക്കാം, അല്ലെങ്കിൽ അപ്രൈറ്റ് ക്രോപ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റേ ആസ് ഇറ്റ് ഈസ്. പിന്നെ നമ്മുടെ അടുത്ത വെറൈറ്റിയാണ് മെൽനോണി ഗോൾഡ് പറഞ്ഞിട്ട്. അതിൻ്റെ പേര് തന്നെ അതിൻ്റെ ഒരു ലീഫിൽ നല്ല ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. സോ കുറച്ചുകൂടെ നാരോ ലീവ്സ് ആണ്. ഇതും ഒരു ക്ലൈംബർ പോലെയാണ്, ബട്ട് സ്ലോ ക്ലൈംബർ ആണ്. അപ്പോൾ അവിടെ നിന്നാണ് അതിൻ്റെ ഒരു പേര് അതിന് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ വേറൊരു വെറൈറ്റി ഓഫ് ഫൈലോഡെൻഡ്രോൺ. വൈറ്റ് പ്രിൻസസ് എന്ന് പറയും. പിങ്ക് പ്രിൻസസ് ഫൈലോഡെൻഡ്രോൺ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് സെയിം ടൈപ്പാണ്, ബട്ട് കുറച്ചുകൂടെ ഒരു വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ എല്ലാ ലീവ്സിലും കുറച്ചുകൂടെ ഒരു വേരിഗേഷനുള്ള പ്ലാന്റ് ആണ്. ദിസ് ഇസ് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ആയിട്ടൊരു പ്ലാന്റ് ആണ് കമ്പയർഡ് ടു നമ്മളുടെ ഒരു കോമൺ ആയിട്ട് ഗ്രോൺ ഫൈലോസ്. ക്യൂട്ട് സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. സൂപ്പർ ആറ്റം എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഡസൻറ്റ് ഗ്രോ, അത്രയും വലുതാവുന്ന ഒരു പ്ലാന്റ് അല്ല.
നമ്മളുടെ ഒരു ടേബിൾ ടോപ്പിനോ അങ്ങനത്തെ ഒരു ആയിട്ടൊരു കോർണറിൽ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ ടേബിൾ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് സൂപ്പർ ആറ്റം. ഗോൾഡ് വയലിൻ ആണ്, ഫൈലോഡെൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ആണ്. അതിൻ്റെ പേര് വരുന്നത് അതിൻ്റെ ഒരു ഗോൾഡൻ കളർ ആൻഡ് കുറച്ചുകൂടി വലുതാകുമ്പോൾ അതിനൊരു വയലിൻ ടൈപ്പുള്ള ലീഫ് ഷേപ്പാണ് വരുന്നത്. പിന്നെ അടുത്ത വെറൈറ്റി നാരോ എസ്കേപ്പ്, നല്ല ഗ്രീൻ കളറുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ യങ് പ്ലാന്റ് ആണ്. ഇത് കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇതിൻ്റെ ഈ സെറേഷൻസ് എന്ന് കാണുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഉള്ള കട്ടാണ് വരുന്നത്. അതാണ് ഈ ലീഫിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഒരു ഭംഗി. ഈ പ്ലാന്റ്, ഈ ഒരു വെറൈറ്റി ഫൈലോടെ ബ്രോക്കൺ ഹാർട്ടാണ്. ഇറ്റ്സ് എ വെരി കോമൺ വെറൈറ്റി, ഫയർ ഗ്രീൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേരെന്ന് വെച്ചാൽ ഒരു ഫയർ ലൈക്ക് അപ്പിയറൻസ്, ആ ഒരു കളേഴ്സാണ് അതിൻ്റെ ലീവ്സിൽ വരുന്നത്. അതിൻ്റെ കാരണമാണ് നമ്മൾ ആ ഒരു പേര് കൊടുത്തത്, ഫയർ ഗ്രീൻ. പിന്നെ ഉള്ളത് വേറൊരു ലിപ്സ്റ്റിക്കിൻ്റെ ടൈപ്പാണ്, പിങ്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ എലീൻ, ഒരു വൈറ്റിഷ് ആൻഡ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്. ആൻഡ് ഇതിൻ്റെ ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിനൊരു പിങ്ക് ടിഞ്ചാണ് ഉള്ളത്. പിന്നെ വേറൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ഹെങ് എന്നാണ്. ഇറ്റ്സ് അത്രയ്ക്ക് കോമൺ അല്ല. ഇതിൻ്റെ ഒരു ലീവ്സിൽ ഒരു കോപ്പറിഷ് ടിഞ്ച് ഉണ്ട്, റെഡിഷ് ടു ബ്രൗണിഷ് ഒരു ബ്രൈറ്റ് ടിഞ്ച് ഉണ്ട്. എയർ പ്യൂരിഫയറായി പേരെടുത്ത സാൻസിവേറിയയുടെ പല ഇനങ്ങളും ഇവിടെ വളർത്തുന്നു. സാൻസിവേറിയ ഈസ് ഓൾസോ ആൻ എയർ പ്യൂരിഫയർ പ്ലാന്റ്. വൺ ഓഫ് ദ ഹാർഡസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്ലാന്റ്സ്, ഹൗസ് പ്ലാന്റ്സ് ടു കിൽ ആണ് പറയുന്നത്. പിന്നെ സാൻസിവേരിയയ്ക്ക് ഇറ്റ്സ് എ സക്യുലൻ്റ് ആയ കാരണം അതിന് വെള്ളം അത്രയ്ക്ക് ആവശ്യമില്ല. ഒരുപാട് വെള്ളം കൊടുത്താൽ അത് റോട്ടായി പോകും. നല്ല ബ്രൈറ്റ് സൺലൈറ്റ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആവശ്യമുണ്ട്. സാൻസിവേരിയ ചിലവർ ഔട്ട്ഡോർസും ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇൻഡോർ ആയിട്ടാണ് സാൻസിവേരിയ ഗ്രോ ചെയ്യുന്നത്. ഇത് നമ്മുടെ ലോട്ടസ് സാൻസിവേരിയയുടെ വേറൊരു ടൈപ്പാണ്, ഒരു മ്യൂട്ടേഷൻ ആയിട്ടുള്ള ഒരു മ്യൂട്ടേറ്റഡ് വെറൈറ്റി ആണ്. ഇറ്റ്സ് ഫുള്ളി ഒരു ബ്രൈറ്റ് യെല്ലോ ആണ് വിത്ത് എ ഡാർക്ക് ഗ്രീൻ ബോർഡർ. അപ്പോൾ ഇതൊരു മ്യൂട്ടേഷൻ വഴി നമുക്ക് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ഇത്. ഇൻഡോർ ചെടികളിൽ പേരെടുത്ത ഫിറ്റോണിയയുടെയും മണി പ്ലാന്റുകളുടെയും വ്യത്യസ്ത ശേഖരവും ഇവിടെയുണ്ട്. ഫിറ്റോണിയാസ് ആണ്, അതും ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഒരുപാട് സ്ട്രൈക്കിംഗ് കളേഴ്സ് ഉണ്ട്. മോസ്റ്റ് കോമൺലി ഫൗണ്ട് ആണ് ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് ഒരു ഷെയ്ഡ് വരുന്നത്. ഫിറ്റോണിയാസ് ആർ യൂഷ്വലി ഗ്രൗണ്ട് ക്രീപ്പേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. അത്രയ്ക്ക് ബ്രൈറ്റ് ലൈറ്റ് ഫൈലോഡെൻഡ്രോൺസിൻ്റെ പോലെ ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് നെർവ് പ്ലാന്റ്, ബിക്കോസ് ഇതിൻ്റെ ലീഫിൽ നെർവ്സിൻ്റെ പോലെ ഒരു പാറ്റേൺ ആണ് ഉള്ളത്. ഫിറ്റോണിയാസ് ഞാൻ പറഞ്ഞത് ഒരുപാട് കളേഴ്സ് ഉണ്ട്, പക്ഷേ ഇതാണ് ആൾക്കാർ കുറച്ചുകൂടെ എൻ്റെ നിന്ന് പ്രിഫർ ചെയ്യുന്നത്. മണി പ്ലാന്റ് അത്രയ്ക്ക് ഒരു കോമൺ പ്ലാന്റ് ആണ്. പക്ഷെ നമ്മളുടെ എയിം എന്ന് വെച്ചാൽ നമ്മളുടെ ഫെലനോപ്സിസിനെ എങ്ങനെയാണോ ഗ്രോ ചെയ്യുന്നത് ആ കെയർ തന്നെയാണ് നമ്മളുടെ മണി പ്ലാന്റിന് കൊടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ലൊരു ഡിമാൻഡായിട്ടൊരു ക്രോപ്പാണ്. ഈവൻ ദോ ഇറ്റ്സ് കോമൺ, അതിനൊരു ഗ്രേറ്റ് ഡിമാൻഡ് ഉണ്ട്. നല്ല ക്വാളിറ്റി മണി പ്ലാന്റിനാണ് ഡിമാൻഡ് കൂടുതലായിട്ട് കാണും. ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് സുസജ്ജമാക്കിയ 5 പോളി ഹൗസുകളിലായാണ് ഓർക്കിറോയിഡ്സ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രകാശം കാര്യക്ഷമമായി പ്രസരിപ്പിക്കുന്ന കറുത്ത ഷെയ്ഡ് നെറ്റുകൾ ഉപയോഗിച്ചാണ് പോളി ഹൗസ് നിർമ്മാണം. ക്വാറന്റൈൻ ഹൗസ്, ഫെലനോപ്സിസ് ഫിലോഡെൻഡ്രോൺ ഹൗസ്, അഗ്ലോണിമ സാൻസിവേറിയ ഹൗസ്, പ്രൊപ്പഗേഷൻ കം ഹാർഡനിങ് ഹൗസ്, ഡിസ്പ്ലേ യൂണിറ്റ് എന്നിങ്ങനെ 5 വിഭാഗമായാണ് പോളി ഹൗസിനെ തരംതിരിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പ്രചാരമേറിയ പോട്ട് പ്ലാന്റായ, എന്നാൽ കേരളത്തിൽ ഒട്ടധികം പ്രചാരം നേടാത്ത ശലഭ ഓർക്കിഡുകളായ ഫെലനോപ്സിസ് ന്യായമായ വിലയ്ക്ക് കേരളത്തിലെ പ്രാദേശിക വിപണികളിൽ ലഭ്യമാക്കുക എന്നതാണ് ഓർക്കിറോയിഡ്സിലൂടെ ശ്രദ്ധ ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ ഫെലനോപ്സിസ് ആണ്. ഇറ്റ്സ് എൻ ഓർക്കിഡ്. അത്രയ്ക്ക് കോമൺ ആയിട്ട് ഉള്ള പ്ലാന്റ് അല്ല ഇപ്പോൾ ഇന്ത്യയിൽ. സ്ലോലി ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മളുടെ മെയിൻ റീസൺ ഓഫ് ദ ചോയ്സ് ഓഫ് നമ്മളുടെ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എല്ലാം എയർ പ്യൂരിഫൈങ് പ്ലാന്റ്സ് ആണ്. കുറച്ച് റീസേർച്ച് ഒക്കെ ഉണ്ട്, ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലിസ്റ്റ് ഓഫ് പ്ലാന്റ്സ് എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എയർ പ്യൂരിഫൈങ് പ്ലാന്റ്സ് ആയിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഫലനോപ്സിസ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ മെയിൻ തിങ് ഇസ് ഇറ്റ്സ് ആൻ ഇൻഡോർ പ്ലാന്റ്, ഇറ്റ്സ് ആൻ എയർ പ്യൂരിഫൈങ് പ്ലാന്റ്, പിന്നെ ഇറ്റ്സ് എ നോവൽ ക്രോപ്പ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ. അപ്പോൾ അതാണ് നമ്മളുടെ മെയിൻ റീസൺ ഫലനോപ്സിസ് ചൂസ് ചെയ്യാൻ. അപ്പോൾ കോമൺലി ഗ്രോൺ ഓർക്കിഡ്സ് കേരളത്തിലൊക്കെ ഡെൻഡ്രോബിയംസ്, കാറ്റലിയാസ്, വാൻഡ ഒക്കെയാണ്. അപ്പോൾ ഫലനോപ്സിസ് അത്ര ഒന്നും പെനിട്രേറ്റ് ചെയ്തിട്ടില്ല നമ്മളുടെ കേരളത്തിൽ. അപ്പോൾ ദ മെയിൻ റീസൺ ഫോർ ദാറ്റ് ഇസ് അതിൻ്റെ ഒരു പ്രൈസാണ്. പ്രൈസ് ആൻഡ് അത്രയ്ക്ക് നോളജ് അല്ലെങ്കിൽ അവയർനെസ് ഇല്ല അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ നമ്മളുടെ ഒരു എയിം എന്ന് വെച്ചാൽ ഫലനോപ്സിസ് കുറച്ചുകൂടെ കസ്റ്റമേഴ്സിന് വേണ്ടി അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവരാനാണ്. ആൻഡ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് വൺസ് ഇറ്റ് ഫ്ലവേഴ്സ് അതിൻ്റെ പൂ ഒരു 2 to 6 months ആണ് അതിൻ്റെ വേസ്റ്റ് ലൈഫ്. അപ്പോൾ അത്രയും മന്ത്സ് ആണ് അത് കസ്റ്റമറിൻ്റെ അടുത്ത് നിൽക്കുന്നത്. പിന്നെ വെറൈറ്റി ഓഫ് കളേഴ്സും ഉണ്ട്. അപ്പോൾ ആ കാരണം ഈ ക്രോപ്പ് ഒരു നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലൊന്ന് കുറച്ചുകൂടെ വൈഡായിട്ട് കൊണ്ടുവരാൻ നോക്കുവാണ്. നെതർലാൻഡ്സിൽ നിന്നും വരുത്തുന്ന ടിഷ്യൂ കൾച്ചർ തൈകൾ 6 മാസം ഹാർഡൻ ചെയ്തതിന് ശേഷം ഈ പോളി ഹൗസിലെ ടണലിൽ സൂക്ഷിച്ച് ഇവിടുത്തെ സൂക്ഷ്മ കാലാവസ്ഥയുമായി താദാത്മ്യം വരുത്തുന്നു. പിന്നീട് ശാസ്ത്രീയമായ രീതിയിൽ നല്ല പരിചരണം നൽകി തൈകൾ വിൽപ്പനയ്ക്ക് അനുയോജ്യമായി വളർത്തിയെടുക്കുന്നു. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ എക്സഗാർ പ്ലാന്റ്സ് ആണ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ വെരി യങ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ്. അത് ഫ്ലാസ്കിലായിട്ട് കൊണ്ടുവരുവാണ് ഫ്രം നെതർലൻഡ്സ്. അപ്പോൾ അത് നമ്മളുടെ ഒരു ഹാർഡനിങ് യൂണിറ്റിൽ ഒരു 6 months ആണ് നമ്മൾ അതിനെ ഗ്രോ ചെയ്യുന്നത് അവിടെ. വൺസ് ഇറ്റ് ഹാർഡൻസ് ഒരു 6 months കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രീൻ ഹൗസിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ഈ ഒരു ഗ്രീൻ ഹൗസിൽ ഒരു 18 months നമ്മൾ അതിനെ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഹാർഡനിങ് കഴിഞ്ഞിട്ട് അതൊരു ട്രേസിലാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊരു 1 month അക്ലമറ്റൈസ് ഈ ഒരു ഗ്രീൻ ഹൗസിൽ അക്ലമറ്റൈസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പോട്ട് ചെയ്യും. അപ്പോൾ പോട്ട് ചെയ്യുന്ന സ്റ്റേജാണ് ഒരു 6 months. അത് കഴിഞ്ഞിട്ട് ഒരു 18 months വി ആർ ഇൻ ദ സെയിം പോട്ട് നമ്മൾ അതിനെ ഗ്രോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 18 months വൺസ് ഇറ്റ് ഈസ് മെച്ചുവറിങ് ഒരു 2 pairs ഓഫ് ലീവ്സ് ആകുമ്പം വി ആർ റെഡി ടു സെൽ ദ മെച്ചുവർ പ്ലാന്റ്. ചെടിക്ക് നല്ല വളർച്ച മാത്രമല്ല, ഒത്ത രൂപത്തിൽ അഴകോടെ വളർത്തിയെടുക്കാനും ശ്രദ്ധയ്ക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ട്. ഒരു 10 to 12 months ആയി കഴിഞ്ഞിട്ട് ലീവ്സ് കുറച്ചുകൂടെ ഇലോങ്ങേറ്റ് ആയി കഴിഞ്ഞിട്ട് ഗ്രോ ആകുമ്പോൾ നമ്മൾ അതിനൊരു സ്ലീവ് വെക്കും. അപ്പോൾ സ്ലീവ് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു പ്ലാന്റിന് ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ലീവ്. ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് അതിനെ ലോക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് നല്ല ഒരു ഷേപ്പിൽ തന്നെ ഈ പ്ലാന്റ് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ചുകൂടെ പ്ലാന്റ് മെച്ചുവർ ആകുമ്പോൾ നമ്മൾ പ്ലാന്റ് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ലീവ്സ് ഊരിയിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇറ്റ്സ് ഈസി ടു റിമൂവ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഊരിയിട്ട് റീയൂസ് ചെയ്യും. പിന്നെ ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ കസ്റ്റമറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. ഈ വിദേശ ശലഭ സുന്ദരികളെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി പരുവപ്പെടുത്തിയെടുക്കുന്നതിലും ശ്രദ്ധ വിജയിച്ചു. 100-ലധികം നെതർലാൻഡ്സ് സുന്ദരികളാണ് ശ്രദ്ധയുടെ പരിചരണത്തിൽ ഇവിടെ വളരുന്നത്. അപ്പോൾ നമ്മൾ ഈവൻ ദോ ഈ പ്ലാന്റ്സ് നെതർലാൻഡ്സിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, നമ്മളുടെ ഹാർഡനിങ് ആൻഡ് ഗ്രോയിങ് സ്റ്റേജസ് നമ്മളുടെ ലോക്കലൈസ്ഡ് കണ്ടീഷൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. ലോക്കലൈസ്ഡ് കണ്ടീഷൻസ് ആൻഡ് ലോക്കലൈസ്ഡ് മീഡിയ ആണ്. അപ്പോൾ അതനുസരിച്ച് ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആൻഡ് സൂട്ടബിൾ ഫോർ ആർ ക്ലൈമറ്റ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു 100+ വെറൈറ്റീസ് ആണ് ഉള്ളത്. എല്ലാ പ്ലാന്റ്സും ലേബിൾഡ് ആൻഡ് ടാഗ്ഡ് ആണ്. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കോക്കോ ചിപ്സ് ആണ്. അപ്പോൾ കോക്കനട്ട് ഹസ്കിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ്. അപ്പോൾ അത് സസ്റ്റൈനബിളും ആണ്, ലോക്കലൈസ്ഡ് ഒരു പ്രോഡക്റ്റും ആണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർക്ക് റീപോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മീഡിയ ആഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടേക്ക് സം കോക്കോ ചിപ്സ് ആൻഡ് അത് ആഡ് ചെയ്താൽ മതി. സോ ഇറ്റ്സ് വെരി ഈസി ടു യൂസ് ഒരു മീഡിയ ആണ് ഇത്.
പ്രാദേശികമായി ലഭ്യമായ തൊണ്ടിൻ കഷ്ണങ്ങളാണ് മാധ്യമമായി ഉപയോഗിക്കുന്നത്. സുതാര്യമായ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ ഓർക്കിഡുകൾ വളർത്തുന്നതിനും പ്രത്യേക കാരണമുണ്ട്. ഫെലനോപ്സിസിൻ്റെ റൂട്ട്സ് ഫോട്ടോസിന്തസിസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ എക്സ്പോസ്ഡ് ആയിരിക്കണം ഇൻഡയറക്റ്റ് സൺലൈറ്റിന്. അപ്പോൾ അതാണ് ട്രാൻസ്പെറൻറ്റ് പോട്ട്സ് യൂസ് ചെയ്യാനുള്ള കാരണം. ഫെലനോപ്സിസ് പ്ലാന്റ്സ് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് അതിന് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫെലനോപ്സിസ് ഇസ് എൻ ഇൻഡോർ പ്ലാന്റ്, ഒരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ്. സോ അതിനൊരു 50% ഷെയ്ഡൊക്കെ ആവശ്യമുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരു ഇൻഡോർ പ്ലാന്റും നമ്മൾ വെക്കാൻ പാടില്ല. അത് സ്കോർച്ച് ചെയ്യും, ലീഫിനൊക്കെ ബേൺസ് വരും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടൊരു ഒരു സ്പേസിലാണ്, യൂഷ്വലി ബാൽക്കണിയുടെ സൈഡിലോ ആ ഒരു സ്പേസിൽ നമ്മൾ വെക്കുന്നതാണ്, ആ ലൊക്കേഷനാണ് സൂട്ടബിൾ ഫെലനോപ്സിന് വേണ്ടി വിത്ത് 50% ഷെയ്ഡ് നെറ്റ്. പിന്നെ വാട്ടറിംഗ് എന്ന് പറയുമ്പോൾ ഫെലനോപ്സിസ് ഡസ് നോട്ട് റിക്വയർ എ ലോട്ട് ഓഫ് വാട്ടർ. ആവശ്യമുണ്ട്, പക്ഷേ സിൻസ് അതിൻ്റെ റൂട്ട്സൊക്കെ ഗെറ്റ്സ് ന്യൂട്രിഷൻ ഫ്രം ദി എയർ. അപ്പോൾ അത് നോക്കുമ്പോൾ അതിന് അത്രയ്ക്ക് എല്ലാ ദിവസവും വെള്ളമൊന്നും വേണ്ട. ഒരു വീക്ക്ലി വൺസ് ഡിപ്പിങ് ഇറ്റ് ഇൻ ദ വാട്ടർ ഓർ ജസ്റ്റ് മേക്കിംഗ് ദ മീഡിയ വെറ്റ്, അത് സഫിഷ്യൻ്റ് ആണ്. പിന്നെ ഉള്ളത് നമുക്കൊരു സിമ്പിളായിട്ട് ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ ഫംജിസൈഡ് സ്പ്രേ ചെയ്യുന്നതെന്ന് നീം ഓയിൽ 0.5 അല്ലെങ്കിൽ 0.5 to 1 ml ഒരു വീക്ക്ലി ആയിട്ട് അല്ലെങ്കിൽ വൺസ് ഇൻ 10 days യു ക്യാൻ സ്പ്രേ ഇറ്റ്. ഇൻസെക്ട്സും ഫംഗസിന് വേണ്ടിയും ടുഗെദർ ആയിട്ടൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് നമ്മൾ വൺസ് ഇൻ എ വൈൽ ഫെലനോപ്സിസിൻ്റെ ലീവ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. ബിക്കോസ് ലീവ്സിൻ്റെ കൂടെ ത്രൂ ആണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതിനൊന്ന് ഡസ്റ്റ് ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ പർട്ടിക്കുലറായിട്ട് വേറെ ഒന്നുമില്ല. ഇറ്റ്സ് എൻ ഈസി ടു മെയിൻറ്റെയിൻ ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ആൻഡ് നമ്മളുടെ അതിൻ്റെ ഫ്ലവേഴ്സ് ആർ ഞാൻ പറഞ്ഞ പോലെ 2 to 6 months വേസ്റ്റ് ലൈഫ് ഉണ്ട്. അപ്പോൾ ആ ബ്യൂട്ടി നമുക്ക് അത്രയും നേരം എൻജോയ് ചെയ്യാം. ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പ്രകാശം, താപനില, ആർദ്രത എന്നിവ കൃത്രിമമായി നിയന്ത്രിക്കുന്നതിന് ഫോഗറുകളും ഫാനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇവ രേഖപ്പെടുത്തി ഫോൺ മുഖേന സമയാസമയങ്ങളിൽ അറിയുന്നതിന് ആധുനിക സംവിധാനമായ എയർ നോഡ് എന്ന ഉപകരണവും ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 5 ഗ്രീൻ ഹൗസസ് ആണ് ഉള്ളത്. നമ്മളുടെ ഫെലനോപ്സിസ് ഗ്രീൻ ഹൗസിലും ഹാർഡനിങ് യൂണിറ്റിലാണ് നമ്മൾ കുറച്ചുകൂടെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഗ്രീൻ ഹൗസസിൽ ടെമ്പറേച്ചർ ആൻഡ് ലൈറ്റാണ്. നമ്മുടെ ഫെലനോപ്സിസിൽ നമ്മൾ ഫുള്ളി കൺട്രോൾഡ് ആയിട്ട്, ഫുള്ളി അല്ല സെമി ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ലൈറ്റാണ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആണ് അതിന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യും. ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ഷെയ്ഡ് നെറ്റ്സ്. നമ്മളൊരു ഇത് 35% ഷെയ്ഡ് നെറ്റാണ് എന്ന് വെച്ചാൽ 35% ലൈറ്റ് ഇസ് കട്ട്, ബാക്കി 75% ലൈറ്റ് ഇസ് അലൗഡ് ടു കം ഇൻ. കുറച്ചുകൂടെ ഒരു വെയിലാകുമ്പോൾ സണ്ണി ആകുമ്പോൾ നമ്മൾ 50% ഷെയ്ഡ് നെറ്റ് ഇടും ചിലപ്പോൾ ഒക്കെ. സോ ദാറ്റ് മീൻസ് 50% ലൈറ്റ് ഇസ് കട്ട്, 50% ലൈറ്റ് ഉള്ളിലോട്ട് വരും. അപ്പോൾ അതാണ് ലൈറ്റ്. പിന്നെ ഉള്ളത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഉണ്ട്. അത് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് ഫോഗിങ് സിസ്റ്റംസ് നമ്മൾ അതിനെ ഒരു സൈമൾട്ടേനിയസ്ലി അതങ്ങ് വി ആർ കൺട്രോളിങ് ഇറ്റ്. നമ്മളുടെ ഫോഗേഴ്സ് എന്ന് പറയുമ്പോൾ ടൈമർ ബേസിസിലാണ് നമ്മൾ ഇടുന്നത്. ചിലപ്പോൾ ചൂട് ഒരുപാടുണ്ടെങ്കിൽ, ഹ്യൂമിഡിറ്റി കുറവാണെങ്കിൽ നമ്മൾ മാനുവലിലും ഇടും. പിന്നെ ഉള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫോഗേഴ്സ് നമ്മൾ ടൈമർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ വിൽ ബി കൺട്രോൾ. പിന്നെ നമുക്ക് കുറച്ച് സർക്കുലേറ്ററി ഫാൻസ് ഉണ്ട്. അത് ഫോഗിന് മേളിൽ തന്നെ എയർ സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഫോഗ് താഴെ ലീഫിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫെലനോപ്സിസ് ഒരുപാട് നനഞ്ഞാൽ അതിന് ഡിസീസ് വരാൻ പെട്ടെന്ന് ഇറ്റ്സ് വെരി പ്രോൺ ടു ഡിസീസ്. പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഡിവൈസാണ് സിഗ്രോയുടെ ഒരു എയർ നോഡ്. അത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഡിവൈസ് എന്ന് വെച്ചാൽ എവറി 5 minutes ഇറ്റ് റെക്കോർഡ്സ് ദ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് ദ ലൈറ്റ്. പിന്നെ എൻ്റെ ഫോണിലൊരു ആപ്പ് ഉണ്ട്, കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാ 5 മിനിറ്റും എനിക്ക് ആ ഡേറ്റ കിട്ടും. അതല്ലാതെ നമുക്കൊരു വെറ്റ് ആൻഡ് ഡ്രൈ തെർമോമീറ്ററും ഉണ്ട്. സോ നമ്മൾ കൺവെൻഷണൽ മെത്തേഡായിട്ട് അതും നമ്മൾ റീഡിങ്സ് എടുക്കുന്നുണ്ട്. വി കനോട്ട് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ടെക്നോളജി. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും, ലൈറ്റിൻ്റെ ആയാലും ടെമ്പറേച്ചറിൻ്റെ ആയാലും. അപ്പോൾ ആ ഒരു ഫീലിങ്ങിലും നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഓർക്കിറോയിഡ്സ് നഴ്സറിയിലെ ശ്രദ്ധേയമായ മറ്റൊരു സങ്കേതമാണ് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ സ്ലൈഡിംഗ് ടേബിളുകൾ. പോളി ഹൗസിനുള്ളിലെ സ്ഥലം മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും
ചെടികളുടെ പരിപാലനം സുഗമമാക്കുന്നതിനും ഇത് വളരെയേറെ സഹായിക്കുന്നു. സോ നമ്മളുടെ ഇവിടെ ഒരു പുതിയതായിട്ടൊരു കൺസെപ്റ്റ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ സ്ലൈഡിങ് ടേബിൾസ് ആണ്. അപ്പോൾ ഇതൊരു പഴയ ഒരു ഡച്ച് സിസ്റ്റമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത്. വെറും ഒരു സിമ്പിൾ ടെക്നോളജി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് എ വെരി സിമ്പിൾ ടെക്നോളജി ആൻഡ് നമ്മൾ ലോക്കലി ആയിട്ട് ഇത് ഉണ്ടാക്കിയതാണ്. സോ ദിസ് ഈസ് മോസ്റ്റ്ലി ഡൺ ഫോർ സ്പേസ് മാനേജ്മെൻറ്റ്. നമ്മളുടെ സ്റ്റേഷനറി ടേബിൾസ് എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും നമുക്ക് പാത്തിന് വേണ്ടി സ്പേസ് വിടണം. പക്ഷേ ഈ റൊട്ടേറ്ററി അല്ലെങ്കിൽ സ്ലൈഡിങ് ടേബിൾസിന് ഒരു സൈഡിൽ മാത്രം നമുക്ക് പാത്ത് വിട്ടാൽ മതി. ഇറ്റ് ഈസ് ഫോർ സ്പേസ് യൂട്ടിലൈസേഷൻ. പിന്നെ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്ട്രക്ചർ ആൻഡ് ഇത്രയും വലിയൊരു ടേബിളിന് ഒരു സിമ്പിൾ റോഡ് ഈസ് റൊട്ടേറ്റിംഗ് ഇറ്റ്. ചെടികൾ പ്രാദേശികമായി തന്നെ ഹോൾസെയിലായാണ് വിൽപ്പന നടത്തുന്നത്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ കൃഷി വകുപ്പ് നൽകിയ സാമ്പത്തിക സഹായത്തിലാണ് ഷെയ്ഡ് നെറ്റുകൾ സ്ഥാപിച്ചത്. വെള്ളനാട് കൃഷിഭവൻ പരിധിയിൽ നിരവധിയായ അഗ്രികൾച്ചറൽ നഴ്സറീസ് ഉണ്ടെങ്കിലും അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു നഴ്സറിയാണ് ഓർക്കിഡോയിഡ്സ് എന്ന ഈ സ്ഥാപനം. അലങ്കാര സസ്യങ്ങളുടെ വിപണന രംഗത്ത് വളരെ വ്യത്യസ്തമായ രീതി കൈവരിക്കുകയാണ് ഓർക്കിഡോയിഡ്സ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ ശ്രദ്ധാ പാട്ടീൽ. നമുക്കിവിടെ വന്നാൽ ഏക്കർ കണക്കിന് ഏരിയയിൽ വിശാലമായി കിടക്കുന്ന അലങ്കാര സസ്യങ്ങളുടെ, പ്രത്യേകിച്ച് ഓർക്കിഡ്സ്, അഗ്ലോണിമ, ഡെൻഡ്രോബിയം എന്നീ വെറൈറ്റികളുടെ വളരെ വിപുലമായ വ്യത്യസ്തമായ ശേഖരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ എടുത്ത് അതിനെ പല സ്റ്റേജുകളിലാക്കി റീപോർട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്തു വരുന്നത്. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്കീമിൽ ഇവർക്ക് പല ഐറ്റംസിനായിട്ട് നമ്മൾ കമ്പോണൻസ് അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. 2022-23 അതുപോലെ 23-24 വർഷങ്ങളിൽ ആയിട്ട് 2 വർഷം കൂടെ 11 ലക്ഷത്തോളം രൂപ ഷെയ്ഡ് നെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധനസഹായം കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ഓർക്കിഡ് പ്ലാന്റ്സ് ഫലനോസിസ് വാങ്ങുന്നതിനായിട്ട് 2 ലക്ഷം രൂപയോളം ധനസഹായം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സ്ട്രക്ചറുണ്ട്. മഴ വെള്ളം സംഭരിച്ച് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അതിന് വേണ്ടിയിട്ടും നമ്മൾ 22,000 രൂപയോളം SHM സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സ്കീം വഴി ധനസഹായം കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു യൂണിറ്റാണ്. ചിട്ടയായ പരിശീലനം ലഭിച്ച തൊഴിലാളികളും ഓർക്കിഡോയിഡിലെ മുതൽക്കൂട്ടാണ്. മാതാപിതാക്കൾ തെളിച്ച പാതയിലൂടെ തൻ്റെ പാഷൻ പ്രൊഫഷനാക്കി തൊട്ടതെല്ലാം നേട്ടമാക്കിയ ശ്രദ്ധയോടെ ഏത് സംരംഭവും തുടങ്ങിയാൽ വിജയിക്കാനാകുമെന്ന് ഉറപ്പു നൽകുന്നു. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ പേരൻസ് ആണ്. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടി കാരണമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ആ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടണമെന്നില്ല. പക്ഷെ എന്തായാലും നമ്മളൊരു സ്മോൾ സ്കെയിലായിട്ട് തുടങ്ങുക. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. കുറച്ച് റിസോഴ്സസ് ആണെങ്കിലും അതിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നിട്ട് സ്മോൾ സ്റ്റെപ്സ് എടുത്തിട്ട് നമ്മളൊരു വലുതായിട്ട് ലാർജ് സ്കെയിലായിട്ട് പോവാം. നമ്മളും തുടങ്ങിയത് ഒരു സ്മോൾ സ്കെയിൽ നമ്മളുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ കാണുന്ന ഫസ്റ്റ് നമ്മളുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഏത് പ്രൊഫഷൻ ആയാലും എന്ത് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയാലും യു ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് നഴ്സറി. നമുക്ക് ആദ്യം വേണ്ടത് പ്ലാന്റ്സിനോട് ഒരു ഇഷ്ടമാണ്, ആ ഒരു പാഷനാണ്. ബിക്കോസ് പ്ലാന്റ്സും നമ്മളുടെ പോലെ തന്നെയാണ്. അത്രയ്ക്ക് അവർക്കൊരു കെയർ ആൻഡ് അറ്റൻഷൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ചൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തണം. മാർക്കറ്റ് സ്റ്റഡിയും പ്ലാന്റ്സിൻ്റെ പറ്റി കുറച്ചൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചെടുക്കണം. ഇതാണ് ഒരു മെയിൻ ആയിട്ട് ഒരു നഴ്സറി തുടങ്ങാനുള്ള മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ആർക്ക് വേണമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്. ശ്രദ്ധയുടെ ഓർക്കിഡോയിഡ്സ് നഴ്സറിയെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും പുതിയ സങ്കേതങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ 6238275109 എന്ന